സമയത്ത് കുറച്ച് സ്വർണ്ണം വിൽക്കുന്നതിനായിട്ട് ചെറിയ സ്വർണ്ണക്കടയിൽ ഞാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 916 അല്ലാത്ത സ്വർണ്ണങ്ങൾ വലിയ ജ്വല്ലറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല. കാരണം ഈ ഇടയ്ക്ക് ഇപ്പോൾ 916 ആണ് ക്വാളിറ്റി മാർക്ക് എന്നുള്ളതായപ്പോഴത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന പഴയ സ്വർണ്ണങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് മാറ്റി വിറ്റിട്ട് വേറെ സ്വർണ്ണം വാങ്ങിക്കുന്നതായിരുന്നു എൻ്റെ രീതി. അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണക്കടയിൽ ഞാൻ 1, 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ചെറിയ പരിചയവും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ പോയ സമയത്താണ് ഈ സ്വർണ്ണമായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ ഞാൻ ആ 2 പേരെ കണ്ടത്. അപ്പോൾ അവര് അങ്ങനെ വലിയ ബിസിനസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആഹ് സംസാരിക്കുന്നു. വളരെയൊക്കെ വളരെ ഷേഡി ആയിട്ട് സംസാരിക്കുന്നു. അങ്ങ് പോയി. വലിയ എമൗണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടത് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, "ഓഹ്! ഇവരൊക്കെ നിങ്ങളുടെ വലിയ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലേ?" എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, "ഇത് നമ്മുടെ ബാലഭാസ്കറുടെ എൻ്റെ വൈഫിൻ്റെ അനിയനാണത്" എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വേറൊരു കക്ഷിയോട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത് പറഞ്ഞങ്ങ് പോയി. പുറത്ത് വേറൊരു കക്ഷിയുടെ രണ്ടാമതൊരാൾ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് 2, 3 ഞാൻ ആക്ച്വലി ബാലഭാസ്കറിന്റെ ഒരു ഫാനായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു. അപ്പൊ അദ്ദേഹം കാതിൽ കടുക്കൻ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ കുത്തണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് അദ്ദേഹമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അദ്ദേഹമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി എനിക്ക് കണക്റ്റ് ആയി. അപ്പൊ അതങ്ങനെ വിട്ടു. ഞാനിങ്ങനെ തിരിച്ച് ജോലിക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാന് ഈ ഒരു ഇതുപോലെ സംഭവം അറിഞ്ഞത്, വാർത്തയിൽ കേട്ടത്. അപ്പോ എനിക്ക് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫ് വന്ന് പറയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നിരുന്നല്ലോ. അപ്പോഴെനിക്ക് തോന്നിയതാണ് ഈ സംഭവം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, സ്വർണ്ണക്കടത്തോട്ടൽ പ്രശ്നങ്ങൾ കേട്ടപ്പോ തന്നെ മനസ്സിലായി, ഇതുമായിട്ട് ഞാൻ അങ്ങ് ലിങ്കായി എനിക്ക്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അപ്പൊ അപ്പൊ ആ സമയത്താണ് എന്തോ ഒരു തമ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു ഒരാൾ. അപ്പോ അപ്പൊ ടിവിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. ഏഷ്യാനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോ എന്തോ ഒരു തമ്പി, രതീഷ് തമ്പിയോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരന്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആള്. അപ്പോ അങ്ങനെയാണ് അപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കണക്റ്റ് ആയി. പിന്നെ കുറെ നാള് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പൊ എന്നിട്ട് പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നെന്നും പിന്നെ ഇവരെ വീണ്ടും എന്തോ കേസിന് പിടിച്ചെന്നോ, അപ്പൊ പിന്നെ ഈ ആഹ് ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഇവര് തമ്മില് സ്വർണം കച്ചവടം തുടങ്ങിയത് എന്നുള്ള ഇതിലോട്ടൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല. ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് ഈ തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വർണ്ണ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. വീണ്ടും ഈ ഇന്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തു വന്ന് പറയാണ്ടിരുന്നത് കൊണ്ട് തന്നെയും ഞാനിങ്ങനെ എപ്പോഴും സംശയിക്കായിരുന്നു. എന്റെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ. അത് ആൾക്കാർ മനസ്സിലാക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ അയക്കുന്നത്. അപ്പോ അദ്ദേഹത്തെ അവരെന്നോട് പറഞ്ഞത് ഇവരുടെ സഹോദരനാണ്. അതായത് ലക്ഷ്മിയുടെ സഹോദരനാണ് ഇദ്ദേഹം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പുറത്ത് നിന്ന ആളിനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ടിവിയിൽ ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിന്റെ പടത്തോടു കൂടിയുള്ള റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ആ തമ്പിയാണ് പുറത്ത് നിന്ന കക്ഷി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കേട്ടോ. അപ്പോ ഇത് ഇതാണ് എനിക്ക് പറയാനുള്ളത്.